സിസ്റ്ററിനോട് ചോദിച്ചാലോ? സിസ്റ്റർ വരുന്നു. സിസ്റ്റർ വന്നോ? സിസ്റ്ററിനെ കാണാനിരിക്കുവായിരുന്നു. എന്താ എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന? അത് പിന്നെ സിസ്റ്ററെ, ഞങ്ങളെ സൺഡേ സ്കൂളിൽ ഒരു ടീച്ചർ ഡിസംബറിൽ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധരെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഡിസംബർ 14 തിരുനാൾ ആഘോഷിക്കുന്ന കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ കുറിച്ചും ഞങ്ങളെ പരിചയപ്പെടുത്തി. പേരിൽ തന്നെ കുരിശുള്ള ഈ വിശുദ്ധനെ കുറിച്ച് ഞങ്ങൾക്കറിയാൻ ഒരു ആഗ്രഹം. അതിനെന്താ, ഞാൻ പറഞ്ഞു തരാമല്ലോ. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ ഫോന്തിമെറോസ് എന്നൊരു ചെറിയ പട്ടണത്തിലാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാല്യം വളരെ കഷ്ടപ്പാടും ദാരിദ്ര്യവും നിറഞ്ഞതായിരുന്നു. എങ്കിലും ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ അദ്ദേഹം നന്നായി പഠിച്ചു. അങ്ങനെ യൗവനത്തിൽ കർമ്മലീത്ത സഭയിൽ ചേർന്നു. കർമ്മലീത്ത സഭയിൽ ചേർന്ന് സന്യാസിയായെങ്കിലും അവിടുത്തെ അയഞ്ഞ ചട്ടവട്ടങ്ങൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അതുകൊണ്ട് തന്നെ കൂടുതൽ കർക്കശമായ കാർത്തൂസ്യൻ സഭയിൽ ചേരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ സമയത്താണ് അദ്ദേഹം ആവിലായിലെ വിശുദ്ധ തെരേസയെ കണ്ടുമുട്ടുന്നത്. അമ്മ ത്രേസ്യയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ കാർത്തൂസ്യൻ സഭയിൽ ചേരാൻ ആഗ്രഹിച്ച വിശുദ്ധ യോഹന്നാൻ ക്രൂസിനോട് കർമ്മല സഭയിൽ തന്നെ തുടരുവാനും കർമ്മല സഭ നവീകരിക്കുന്നതിൽ തന്നെ സഹായിക്കുവാനും ആവശ്യപ്പെട്ടു. തുടർന്ന് രണ്ടുപേരും ചേർന്ന് കർമ്മലീത്ത സഭ നവീകരിച്ചു. എന്നാൽ ഈ നവീകരണം ഇഷ്ടപ്പെടാത്ത കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി. തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തീവ്ര സഹനത്തിൻ്റെതായിരുന്നു. ഏകദേശം 9 മാസക്കാലത്തോളം അദ്ദേഹത്തിന് ഒരു ജയിലിൽ കഴിയേണ്ടി വന്നു. അവിടുത്തെ അദ്ദേഹത്തിന്റെ ജീവിതം തീവ്ര സഹനത്തിന്റെയും ദുരിതത്തിൻ്റെതുമായിരുന്നു. എന്നാൽ ഈ സഹനങ്ങളൊക്കെയും അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിച്ചു. ഈ സഹനങ്ങളൊക്കെ അദ്ദേഹത്തിന് എന്നും ഒരു സന്തോഷമായിരുന്നു. ഒരിക്കല് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. സെഗോവിയ ആശ്രമത്തിലെ ആവൃത്തിക്കുള്ളിൽ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരുന്നു. ഈ ക്രൂശിത രൂപം ജനങ്ങൾക്ക് വണങ്ങുന്നതിന് വേണ്ടി ദേവാലയത്തിനുള്ളിലേക്ക് വെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ദേവാലയത്തിൽ മാറ്റിവെച്ച ആ ക്രൂശിത രൂപത്തിന് മുൻപിൽ ഒരിക്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് ആദരവ് തരികയും ചെയ്ത നിനക്ക് എന്ത് പ്രതിഫലമാണ് ഞാൻ തരേണ്ടത്? ജുവാനയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ജുവാന എന്ത് പറയും ഈശോയോട്? എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് അറിയാം. ഇസബെല്ലയോ? എനിക്ക് വിവേകം തരണമെന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിൽ പോകണമെന്ന് എല്ലാ ദിവസവും നല്ല രീതിയിൽ പോകണം. എനിക്ക് സ്വർഗത്തിൽ പോകണം. എന്നാൽ വിശുദ്ധൻ എന്താ മറുപടി പറഞ്ഞതെന്ന് അറിയാമോ? വിശുദ്ധൻ പറഞ്ഞു, അങ്ങയെ പ്രതി കൂടുതൽ സഹിക്കുന്നതിനും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെ സഹനങ്ങളെ വീരോചിതമായി സ്വീകരിച്ച് വലിയ സ്നേഹമായി മാറിയ വലിയ ഒരു വിശുദ്ധനാണ് നമ്മുടെ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. നമ്മുടെ വിശുദ്ധൻ ഒരു കർമ്മലീത്ത സന്യാസി മാത്രമായിരുന്നില്ല, അദ്ദേഹം വലിയൊരു ആത്മീയ ഗുരുവായിരുന്നു. മാത്രമല്ല സ്പാനിഷ് സാഹിത്യത്തിലെ മഹാനായ ഒരു കവി കൂടിയായിരുന്നു. മാത്രമല്ല ഒരു ചിത്രകാരനും. അദ്ദേഹത്തിന്റെ ആത്മീയ പ്രബോധനങ്ങൾ കത്തോലിക്ക സഭ എന്നും വിലമതിക്കുന്നുണ്ട്. വേദപാരംഗതരെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എത്ര വേദപാരംഗതരുണ്ടെന്ന് അറിയുമോ കത്തോലിക്ക സഭയില്? 33. ഈ 33 പേരിൽ ഒരു വേദപാരംഗതൻ നമ്മുടെ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ വളരെ ഈടുറ്റവയാണ്. കർമ്മല മലയേറ്റം, ഇരുണ്ട രാത്രി, ഇത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. സ്നേഹഗീതം, സ്നേഹജ്വാല തുടങ്ങിയ അദ്ദേഹത്തിന്റെ കൃതികളിലൊക്കെ ദൈവവും ആത്മാവുമായുള്ള ബന്ധത്തിന്റെ, ഐക്യത്തിന്റെ വളരെ വ്യക്തമായ വിശദീകരണം നമുക്ക് കാണാനാവും. സാധിക്കുമെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ. എല്ലാവർക്കും യോഹന്നാൻ ക്രൂസിനെ ഇഷ്ടപ്പെട്ടോ? യോഹന്നാൻ ക്രൂസിന്റെ ഓ സ്നേഹ ജ്വാല എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. പാടാൻ അറിയാവോ? എന്നാ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? ഓ സ്നേഹജാലേ എന്നാത്മാവിലെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. ജീവജ്വാലേ എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു